നമസ്കാരം. ഞാൻ അശോക് നാരായൺ. ശരിക്കും വെറും 17 സെക്കൻഡ് മാത്രം മതി നമ്മുടെ ഏതൊരാഗ്രഹവും സാധിക്കാൻ. ഇത് കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ആശ്ചര്യം തോന്നുന്നുണ്ടാവും അല്ലേ? 17 സെക്കൻഡ് മാത്രം കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ഒരു ആഗ്രഹം സാധിച്ചെടുക്കുക? പ്രമുഖ ശാസ്ത്രകാരനായിട്ടുള്ള ശ്രീ എസ്തർ ഹിഗ്സ്, അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു തിയറിയാണ് 17 സെക്കൻഡ് റൂൾ. ഈ 17 സെക്കൻഡ് റൂളിൽ അദ്ദേഹം പറയുന്നത് 17 സെക്കൻഡ് ഒരു പ്രത്യേക കാര്യത്തെക്കുറിച്ച് മാത്രമുള്ള ചിന്ത വളരെ തീവ്രമായിട്ട് നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ സാധിച്ചാൽ ഉറപ്പായും അത് സംഭവിക്കും എന്നുള്ളത് തന്നെയാണ്. മനസ്സിലായോ? അതായത് നമുക്ക് ഏതൊരാഗ്രഹമാണോ സാധിക്കാനുള്ളത്, ആ ഒരു ചിന്ത മാത്രം വളരെ തീവ്രമായിട്ട് വെറും 17 സെക്കൻഡ് ചിന്തിക്കാൻ നമുക്ക് സാധിച്ചാൽ, അതായത് ഈ ചിന്തയുടെ ഇടയിൽ മറ്റ് യാതൊരു വിധത്തിലുള്ള മറ്റ് ചിന്തകളും കടന്നു വരാതെ ഈ ഒരേ ഒരു കാര്യം മാത്രം വെറും 17 സെക്കൻഡ് മനസ്സിൽ നിലനിർത്താൻ സാധിച്ചാൽ ഉറപ്പായിട്ടും അത് സംഭവിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് നമുക്ക് തുടർന്ന് കാണാം. അപ്പോൾ കേൾക്കുന്ന സമയത്ത് ഇത്ര എളുപ്പമാണോ ഇത് എന്ന് കരുതിയേക്കാം. പക്ഷേ അത് അത്ര എളുപ്പമല്ല ഒരു ശരാശരി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾക്കറിയാം, നമുക്ക് എങ്ങനെയാണ് നമ്മുടെ മനസ്സിനെ ഒരു പ്രത്യേക കാര്യത്തിലേക്ക് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്? അതിനുള്ള ബുദ്ധിമുട്ട് എത്രമാത്രമുണ്ട് അല്ലേ? ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഒരു ചുവന്ന റോസാപ്പൂവ് മനസ്സിൽ ഒന്ന് സങ്കല്പിച്ചോ? ഈ ചുവന്ന റോസാപ്പൂവിനെക്കുറിച്ചുള്ള ചിന്ത മാത്രം എത്ര സമയം നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കുന്നുണ്ട്? വെറുതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. ഒന്ന് കണ്ണടച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ ഇതിൻ്റെ ചുവട്ടിൽ ഉണ്ട്, സാധിക്കുന്നുണ്ട് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. സാധിക്കുന്നില്ല എങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. മാത്രമല്ല, ആ സമയത്ത് മറ്റെന്തെല്ലാം ചിന്തകളാണ് നിങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്നുള്ളതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. പക്ഷേ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഇത് സാധിച്ചെടുക്കാൻ സാധിക്കും. അതായത് നമുക്ക് ശരിക്കും വേണ്ട ചിന്തകൾ എന്താണോ അതിനെ കൃത്യമായിട്ട് ഈ 17 സെക്കൻഡ് നിലനിർത്താൻ സാധിക്കും. അതിന് മാർഗങ്ങളുണ്ട്. അതിനുള്ള മാർഗങ്ങളാണ് വിഷ്വലൈസേഷൻ, അഫർമേഷൻ, സ്ക്രിപ്റ്റിംഗ് തുടങ്ങിയ കാര്യങ്ങൾ. അതായത് നമ്മുടെ മനസ്സിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്, ഒരുപാട് സവിശേഷതകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സവിശേഷത എന്ന് പറയുന്നത്, നമ്മുടെ മനസ്സിന് വ്യത്യസ്തങ്ങളായ 2 കാര്യങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്തൊരു കാര്യമാണോ നമുക്ക് വേണ്ടത്, അതിന് ആനുപാതികമായിട്ടുള്ള ഒരു ചിന്ത മാത്രം മറ്റേതെങ്കിലും വിധത്തിൽ നമ്മുടെ മനസ്സിലൂടെ കടത്തിക്കൊണ്ട് പോകാൻ നമുക്ക് സാധിച്ചാൽ, നിലനിർത്താൻ നമുക്ക് സാധിച്ചാൽ, വളരെ പെട്ടെന്ന് തന്നെ അത് സാക്ഷാത്കരിക്കപ്പെടും. അതിനുള്ള മാർഗമാണ് അഫർമേഷനും സ്ക്രിപ്റ്റിങ്ങും എല്ലാം. അതായത് നമ്മൾ നിരന്തരം അഫർമേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, സദാസമയവും അഫർമേഷൻ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഒരു പക്ഷേ അതിനിടയിൽ പലപ്പോഴും മറ്റ് ചിന്തകൾ സ്വാഭാവികമായിട്ട് കടന്നു പോയേക്കാം. എങ്കിൽ പോലും ഇതിനിടയിൽ എപ്പോഴെങ്കിലും ഒരു 17 സെക്കൻഡ് പ്യുവർ തോട്ട്, ശുദ്ധമായിട്ടുള്ള ചിന്തകൾ, നമ്മുടെ ആഗ്രഹ സാക്ഷാത്കാരങ്ങൾക്കുതകുന്ന വളരെ ശുദ്ധമായിട്ടുള്ള സംശുദ്ധമായിട്ടുള്ള ചിന്തകൾ സ്വാഭാവികമായിട്ട് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. മനസ്സിലായോ? അവിടെയാണ് ഈ പറയുന്ന മാതിരി വിഷ്വലൈസേഷൻ്റെയും അഫർമേഷൻ്റെയും എല്ലാം പ്രാധാന്യം. പക്ഷേ വിഷ്വലൈസേഷനും അഫർമേഷനും ഒക്കെ എങ്ങനെയാണ് കൊടുക്കേണ്ടത്? അഫർമേഷൻ കൊടുക്കേണ്ടത് പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസിൽ കൊടുക്കണം. പ്രസൻറ്റ് കണ്ടിന്യൂവസ് ടെൻസ് എന്ന് പറഞ്ഞാൽ, നമുക്ക് പണമാണ് വേണ്ടത് എങ്കിൽ എനിക്ക് ധാരാളം പണം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ധാരാളം പണം എന്നിലേക്ക് വളരെ വേഗത്തിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി അഥവാ നിങ്ങൾക്കൊരു ജോലിയാണ് വേണ്ടതെങ്കിൽ, നിങ്ങൾക്ക് വേണ്ട ജോലി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞുകൊണ്ട്, നിങ്ങൾക്കൊരു അധ്യാപക ജോലിയാണ് വേണ്ടത് എങ്കിൽ, വളരെ വേഗം എനിക്ക് അധ്യാപക നിയമനം ലഭിക്കുന്നതിന് നന്ദി. വളരെ വേഗം എനിക്ക് അധ്യാപക നിയമനം ലഭിക്കുന്നതിന് നന്ദി. അല്ലെങ്കിൽ വളരെ വേഗം എനിക്ക് അധ്യാപകനായിട്ടുള്ള അല്ലെങ്കിൽ അധ്യാപികയായിട്ടുള്ള ജോലി ലഭിക്കുന്നതിന് നന്ദി. ഇനി വിവാഹമാണ് നിങ്ങൾക്ക് നടക്കേണ്ടതെങ്കിൽ, എനിക്ക് വളരെ വേഗം വിവാഹം നടക്കുന്നതിന് നന്ദി. ഈ വിധത്തിൽ ആയിരിക്കണം അഫർമേഷൻ കൊടുക്കേണ്ടത്.
ഇനി വിഷ്വലൈസേഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എങ്കിൽ എല്ലാവർക്കും അഫർമേഷൻ പ്രായോഗികമായി കൊള്ളണമെന്നില്ല. അതായത് നിങ്ങളുടെ വ്യത്യസ്തതകളാണ്. ആ വ്യത്യസ്തതകളെക്കുറിച്ച് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്യാം. നിങ്ങൾക്ക് വിഷ്വലൈസേഷൻ ആണെങ്കിൽ നമുക്ക് ശരിക്കും ആ ഒരു കാര്യം നടന്നു കഴിഞ്ഞാൽ ഉള്ള വിഷ്വൽസ് മനസ്സിലൂടെ കടത്തിക്കൊണ്ട് പോവുക. ഇപ്പോൾ വിവാഹമാണെങ്കിൽ നിങ്ങളുടെ വിവാഹം നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വരനും ഒരുമിച്ച് അല്ലെങ്കിൽ വധുവും ഒരുമിച്ച് അല്ലെങ്കിൽ ഭാര്യയും ഒരുമിച്ച് അല്ലെങ്കിൽ ഭർത്താവും ഒരുമിച്ച് ഏറ്റവും സുഖകരമായിട്ട് സന്തോഷകരമായിട്ട് ജീവിക്കുന്നതിനെക്കുറിച്ചുള്ള ചിത്രങ്ങൾ മനസ്സിലൂടെ നിരന്തരം കടത്തിവിടുക. ഇനി ജോലിയാണെങ്കിൽ അധ്യാപകനോ അധ്യാപികയൊക്കെ ആയിട്ടുള്ള ജോലിയാണെങ്കിൽ നിങ്ങൾ ആ ജോലിയിൽ പ്രവേശിക്കുന്നതായിട്ട് ആ ജോലി വളരെ ഭംഗിയായിട്ട് വളരെ ആസ്വദിച്ച് ചെയ്യുന്നതായിട്ടുള്ള തീവ്ര വൈകാരികത കൂടിയുള്ള വിധത്തിൽ ചിത്രങ്ങൾ വിഷ്വലൈസേഷന് വിധേയമാക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഈ വിധത്തിലായിരിക്കണം ചെയ്യേണ്ടത്. ഇനി നിങ്ങളുടെ മനസ്സിൽ ഉള്ള ഒരാഗ്രഹം നിങ്ങൾക്ക് ഏറ്റവും പെട്ടെന്ന് സംഭവിച്ചു കിട്ടണം, നടന്നു കാണണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് ഈ വീഡിയോയുടെ ചുവട്ടിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ലോ ഓഫ് അട്രാക്ഷനെക്കുറിച്ച് നിങ്ങൾക്ക് ആധികാരികമായിട്ട് സമഗ്രമായിട്ട് ഒരു പരിശീലനം വേണം, അല്ലെങ്കിൽ പരിശീലനത്തിന് താല്പര്യമുണ്ട് എങ്കിൽ ഇതിന് ചുവടെ കാണിച്ചിരിക്കുന്ന ഈ 7510164997 എന്നുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, ഏത് ജീവിത സാഹചര്യത്തിൽ കൂടെ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും നിങ്ങൾക്ക് ഉചിതമായ വിധത്തിലുള്ള പരിശീലനം ഓൺലൈനിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഈ നമ്പറിലൊന്ന് വാട്സപ്പ് ചെയ്തിരിക്കുക. മറ്റേതെങ്കിലും വിധത്തിലുള്ള സംശയങ്ങളോ ആശങ്കകളോ ഉണ്ട് എങ്കിൽ, അല്ലെങ്കിൽ ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം. ഈ വിഷയം നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. തുടർന്നും ഉപകാരപ്രദങ്ങളായ വിധത്തിലുള്ള വീഡിയോകൾ നിരന്തരം ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പുഷ് ചെയ്തേക്കുക. അപ്പോൾ വളരെ വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിലൂടെ വീണ്ടും കണ്ടുമുട്ടാവുന്ന ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഇവിടെ പറഞ്ഞു പിരിയുന്നു. സ്നേഹപൂർവ്വം, അശോക് നാരായൺ.